ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖാന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഈ ബിസിനസ് പെട്ടെന്ന് ശരിയാകാൻ പറ്റുമോ, അല്ലെ കുറേ സമയം പിടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു. കാരണം സമയം കുറച്ച് പിടിച്ചു. നമ്മൾ വിചാരിച്ചാൽ പെട്ടെന്നാണ്ട് ബിസിനസ് തുടങ്ങുമെന്നില്ല. അതിന് കുറേ കാര്യങ്ങളുണ്ട്. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ മറ്റേ ഒരു പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞിട്ട് പിറ്റേന്ന് നമ്മൾ അതേമാതിരി നടക്കുന്ന കാര്യമില്ല, നിസ്സാര കാര്യമൊന്നുമല്ല. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഓൾക്ക് മാത്രം അതിൻ്റെതായ ഇതുണ്ട്. എല്ലാവർക്കും ഓരോ പ്രോപ്പർട്ടി, എല്ലാവർക്കും ഓരോ വേറെ വേറെയാണ്. ഇത് നമ്മൾ ആഗ്രഹിച്ച താനത്തിൻ്റെ ഒരു ബിസിനസ് ആവണം, എന്നാലേ സക്സസ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് പിന്നെ മുന്നോട്ട് പോകില്ല. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്ത് തുടങ്ങുന്നു അത് നല്ലോണം പഠിച്ചാൽ നോക്കുക. എങ്ങനെ ആയിരിക്കും ഈ ബിസിനസ് തുടങ്ങിയ ആൾക്കാരോട് വരെ ചോദിച്ചു എങ്ങനെയൊക്കെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ബിസിനസ് തുടങ്ങാൻ നോക്കുക. കാരണം നമ്മൾ വിചാരിച്ചാൽ പെട്ടെന്ന് ബിസിനസ് ആവില്ല. എന്ത് തുടങ്ങുകയാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ നല്ലോണം കഷ്ടപ്പാടുണ്ട്, മനസ്സിലായി. ഇത് നമ്മൾ വിചാരിച്ചൊന്നും ആവില്ല. നമ്മൾ സ്വപ്നം കണ്ട സാധനം കിട്ടണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളെല്ലാവരും പഠിച്ചേക്കണ്ടേ, എല്ലാവരും ഒരേപോലെ ആവില്ല. എല്ലാവരും ഡ്രീമിൽ ഒരു സാധനം മാത്രം ഉണ്ടാവും. എനിക്ക് ഇങ്ങനെ ആവണം, എനിക്ക് ഇങ്ങനത്തെ പ്രോപ്പർട്ടി ആവണം, ബിസിനസ് വേണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഓൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ആൾക്കാർ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എല്ലാവർക്കും ഒരേ മാതിരി അല്ലല്ലോ. എല്ലാവരും മൊബൈൽ ഷോപ്പ്, പുതിയ വലിയ വലിയ കമ്പനി, ഇതൊക്കെ ഓരോ കാര്യങ്ങൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ പ്രോപ്പർട്ടി ഉണ്ടാക്കണേ നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ ബിസിനസ് തുടങ്ങണം, ആ ബിസിനസ്സിൽ കയറാൻ നോക്കുക. അല്ല മറ്റുള്ളവരെ ബിസിനസ് കണ്ടു കഴിഞ്ഞാൽ അതേമാതിരി ചെയ്യാൻ നിൽക്കരുത്. പഠിച്ചാൽ ഒന്നും അറിയാതെ ചുമ്മാ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് കുറേ പൈസ കൊടുത്ത് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ബിസിനസ് തുടങ്ങാൻ നോക്കുക. ഞാൻ ബിസിനസ് തുടങ്ങണ്ടെന്നല്ല പറയണത്. ഞങ്ങൾക്ക് ഓരോരുത്തരുടെ ഡ്രീം ഉണ്ടാവും, അതിന് വേണ്ടി നിങ്ങൾ ഓടാൻ നോക്കുക. അല്ലാതെ മറ്റുള്ളവർ ബിസിനസ് കണ്ടിട്ട് ഒന്നും ചോദിച്ചാതെ ബിസിനസ് തുടങ്ങരുത്. ചോദിച്ചിട്ടൊക്കെ ബിസിനസ് തുടങ്ങാൻ നോക്കുക. എന്നാലേ ഒരു മനസ്സിലൊരു എന്താ പറയുക, ബിസിനസ് തുടങ്ങാനുള്ളൊരു ഉയർന്നിങ്ങനെ വരുള്ളൂ. അല്ലാതെ നമ്മൾ മൊത്തത്തിൽ എന്താ പറയുക, ആരും പറയണോ എന്ത് പറയണോ ഒന്നും അറിയാതെ ഒരു മൂലക്ക് നിൽക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് പറയണേ, ബിസിനസ് തുടങ്ങിയത് എല്ലാവർക്കും ഒരു ഡ്രീമാണ്. അപ്പോൾ എല്ലാവരും ഒരേ മാതിരി ആവില്ലല്ലോ, എന്നുവെച്ചാൽ അപ്പം എല്ലാവരും ഒരേ സ്ഥലത്ത് ഓരോ ബിസിനസ്സാണ്. അപ്പോൾ നിങ്ങളെ ബിസിനസ് നിങ്ങൾ കമ്പയർ ചെയ്ത് നിങ്ങളൊരു പാർട്ട്ണറെ കണ്ടെത്തി ഒരു സെറ്റപ്പ് ആക്കിയാലാണ് ഒരു ബിസിനസ് ആവുള്ളൂ, മനസ്സിലായി. അതെ.